സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അഭിലാഷ് ആന്റണി, കണ്ണൂർ ചൈതന്യ ഹോസ്പിറ്റലിൽ യൂറോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു DG സ്റ്റെൻറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂറോളജി ഡോക്ടർമാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇതാണ് ആ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊരു സിലിക്കോൺ വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതിൻ്റെ രണ്ടറ്റത്തും ഒരു സ്പ്രിങ് പോലെ ഉണ്ട്. അത് മാനുഫാക്ചറിങ്ങിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഉദ്ദേശം, ഈ സ്പ്രിങ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ DG സ്റ്റെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സ്പ്രിങ് ഉള്ളതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഈ കിഡ്നിയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ നമ്മൾ കിഡ്നിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു അറ്റം കിഡ്നിയിലും മറ്റേ അറ്റം മൂത്രസഞ്ചിയിലും വന്ന് നിൽക്കും ഇത്. അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു തടസ്സമോ ഒരു ബ്ലോക്കോ ഒരു സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെൻറ്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഇട്ട് വെക്കുന്നത്? നമ്മൾ ഒരു തടസ്സം ഉണ്ടാകുമ്പോഴോ, കിഡ്നിയിൽ ഒരു കല്ല് വന്ന് കുടുങ്ങിയ ഒരു തടസ്സം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പഴുപ്പ് വന്ന് ഒരു തടസ്സം ഉണ്ടാകുമ്പോഴോ, കിഡ്നീൻ്റെ പ്രവർത്തനം മോശമാകുന്ന, ക്രിയാറ്റിനൊക്കെ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കിഡ്നിയിൽ പൊട്ടി മൂത്രമൊക്കെ പുറത്തോട്ട് ലീക്ക് വരുന്നു, ഒരു കല്ലൊക്കെ വന്ന് കുടുങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇട്ട് വെക്കുന്നത്. ഇത് സാധാരണ നമ്മൾ 2 മാസം വരെ ഇട്ട് വെക്കാവുന്ന ആണ് സാധാരണ സ്റ്റെൻറ്റുകൾ. എന്നാലും 6 മാസം, 1 കൊല്ലം, 2 കൊല്ലമൊക്കെ ഇട്ട് വെക്കാവുന്ന സ്റ്റെൻറ്റുകളും നിലവിലുണ്ട്. അത് നമ്മൾ ഓരോ അവസരത്തിനനുസരിച്ച് അത് നമ്മൾ മാറി അത് ഉപയോഗിക്കുന്നു. RARS ഒക്കെ പോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ കിഡ്നി എന്നുള്ള ട്യൂബ് കുറച്ചൊന്ന് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് നമ്മൾ ഈ സ്റ്റെൻറ്റ് മുൻകൂറായിട്ട് തന്നെ 2 ആഴ്ച ഇട്ട് വെക്കും. ഗർഭിണികളിലൊക്കെ നമ്മളൊരു പ്രൊസീജിയർ ഒരു മുന്നോട്ട് പോകണം, പ്രസവം കഴിയുന്നവരെ നീട്ടണം, അതുവരെ കിഡ്നിൻ്റെ തടസ്സം ഒന്ന് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇട്ട് വെക്കും. നമ്മളതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന ഡോക്ടർ അനുസരിച്ചിട്ട് 2 മാസം ആണെങ്കിൽ 2 മാസത്തിനുള്ളിലോ, അതല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്റ്റെൻറ്റുകളാണെങ്കിൽ ആ കാലയളവിന് ശേഷം ഇത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഇതിലും കല്ലുകൾ ഉണ്ടാവാനും ഇത് തടസ്സം ഉണ്ടാക്കാനും ഇത് കിഡ്നിക്ക് കേടുവരുത്താനും ഒരു അപൂർവ സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് അത് എടുക്കാനുള്ളതാണെങ്കിൽ നിർബന്ധപൂർവ്വം മറക്കാതെ അത് എടുക്കാനും ഓർക്കണം. താങ്ക് യു.